നമസ്കാരം പുതിയടിക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ മച്ചാൻ നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചും അല്ലാത്ത രീതിയിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഊബർ ഓടാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഉണ്ട്, ഏത് വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എന്നാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ കുറച്ചും കൂടിയും ഒരു അറിവ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പയർ ചെയ്യാനായിട്ട് വേറെ വണ്ടിയില്ല, എന്നാലും നമ്മൾ കമ്പയർ ചെയ്യുന്നത് വാഗണർ, അതേപോലെ തന്നെ ഡിസയർ, എർട്ടിക 3 വണ്ടിയും ആയിട്ടാണ് നമ്മളൊന്ന് കമ്പയർ ചെയ്യണേ. അപ്പോൾ വേറെ കമ്പയർ ചെയ്യാൻ വേണ്ടി വേറെ നിലക്ക് കാണിച്ചു തരാൻ വേണ്ടി വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു പോരായ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. എന്തായാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ ഉൾക്കൊള്ളിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി ഇഷ്ടംപോലെ തന്നെ ഊബർ ഓടുന്ന ഡേ ഇൻ ലൈഫ് വീഡിയോസും പിന്നെ മറ്റുള്ള രീതിയിൽ ഊബർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരെന്തായാലും അതൊക്കെ ഒന്ന് കാണാം. നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഓടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. കിണറിനെ പറ്റി സംസാരിക്കുന്നതിലും മുമ്പായിട്ട് നമുക്ക് ഊബറിൽ നിലവിൽ വരുന്ന കാറ്റഗറീസിനെ പറ്റി സംസാരിക്കാം. നിലവിൽ വരുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് അതായത് ഹാച്ച് ബാക്ക്, സെഡാന്, പ്രീമിയർ, എക്സൽ 4 കാറ്റഗറീസാണ് വരുന്നത്. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ തന്നെ ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാഗണർ, 800, ഇയോൺ, സെലേറിയോ അങ്ങനത്തെ പോലത്തെ വണ്ടികളാണ് ഈ ഹാച്ച് ബാക്കിൽ വരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകളൊക്കെ ഇയോണാണ് എടുക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇയോൺ അല്ല, പക്ഷേ വാഗണർ, എർട്ടിക, ഡിസയറാണ് 3 വണ്ടി മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. ഏറ്റവും കൂടുതൽ എടുക്കുന്ന വണ്ടിയും ഇതുതന്നെയാണ്. അപ്പോൾ ഈ 3 വണ്ടിയാണ് നമ്മൾ കമ്പയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാറ്റഗറിയിൽ ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാഗണർ, പിന്നെ വരുന്നത് ഡിസയർ എന്ന് പറയുന്നത് നമ്മുടെ ഹാച്ച് ബാക്കും കിട്ടും, അതേപോലെ തന്നെ സെഡാനും കിട്ടും, അതേപോലെ തന്നെ എക്സൽ എന്ന് പറയുന്നതാണ് എർട്ടിക. ഇപ്പോൾ ഈ എർട്ടിക മേടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഊബറിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് സൈഡിൽ 2 വര പോലെ വരും. അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എർട്ടിക വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സൽ ഓടാൻ പറ്റും, അതേപോലെ തന്നെ സെഡാൻ ഓടാൻ പറ്റും, ഹാച്ച് ബാക്ക് ഓടാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിസയറിൻ്റെ മേളിലേക്കുള്ള വാഹനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ എന്ന് പറഞ്ഞൊരു വേറൊരു കാറ്റഗറി കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് നമുക്ക് എർട്ടിക എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 4 ടിക്കും ഓൺ ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീരെ ഓട്ടമില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എർട്ടികയുടെ ഓട്ടം വേണമെങ്കിൽ എടുത്ത് ഓടണം എന്നുണ്ടെങ്കിൽ, അല്ല വാഗണറിൻ്റെ ഓട്ടം എടുത്ത് ഓടണം എന്നുണ്ടെങ്കിൽ ഓടാൻ പറ്റും. പക്ഷേ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡിസയറിൻ്റെ അല്ല എർട്ടികയുടെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 13.5 വർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു 14 രൂപയുടെ അടുത്ത് വരും. അതായത് നമ്മുടെ വാഗണർ 2 മേടിക്കാനുള്ള പൈസ വരും ഒരു എർട്ടിക മേടിക്കണമെങ്കിൽ. അപ്പോൾ അത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ അതേപോലെ തന്നെ ടാക്സ്, ടാക്സ് നിലവിൽ 15 വർഷത്തേക്ക് അടച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ മാറ്റം വരും. പിന്നെ മൈലേജിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വാഗണറിന് ഒരു ഫുൾ ടാങ്ക് ഒരു ആവറേജ് ആണ്. ഫുൾ ടാങ്ക് CNGയിൽ വരുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടാങ്കിൽ ഒരു ആവറേജ് 200 കിട്ടുന്നത്. എനിക്ക് പിന്നെ സിറ്റിയിലേക്ക് ആകുമ്പോൾ ഒരു 160-170 വരെയൊക്കെ കിട്ടാറ്. അത് ഡിസയറിനാകണമെന്നുണ്ടെങ്കിൽ ഒരു 15 കിലോമീറ്റർ കൂടുതൽ കുറയും. അതായത് 170 എന്ന് പറയുന്നത് ഒരു 155-160 വരെയൊക്കെ ആയിരിക്കും സിറ്റിയിൽ കിട്ടുക. എർട്ടിക ആണെന്നുണ്ടെങ്കിൽ ഒരു 150-155 ചെറിയ മാറ്റം വരുന്നുള്ളൂ മൈലേജിൽ. അതായത് ഒരു കിലോമീറ്റർ കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ 1 കിലോമീറ്ററൊക്കെ മാറ്റം വരുന്നുള്ളൂ മൈലേജ്. അതായത് വലിയ കാര്യമായിട്ട് മാറ്റം വരുന്നില്ല എന്ന് സാരം. അപ്പോൾ എന്ന് വെച്ചാൽ മൈലേജ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓട്ടോ എടുക്കുന്നത് എക്സലിന് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാച്ച് ബാക്കും ഡിസയറും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ലോക്കൽ ഓട്ടമാണെന്ന് വിചാരിക്കും. സിമ്പിളായിട്ട് ഊബറിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരു ചെറിയൊരു ഓട്ടത്തിൽ 100 രൂപ ഹാച്ച് ബാക്കിന് വരുന്ന സാധനത്ത് ഡിസയറിനാണെന്നുണ്ടെങ്കിൽ 110 രൂപ അല്ലെങ്കിൽ 108 രൂപ. ഇപ്പോൾ വലിയ ട്രിപ്പ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു 100 രൂപയുടെ അല്ലെങ്കിൽ 50 രൂപ 60 രൂപ മാക്സിമം ഒരു 100 രൂപയുടെ ഒക്കെ മാറ്റമാണ് ഡിസയറിന് വരുള്ളൂ. എക്സലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം മൊത്തം നമ്മളിപ്പോൾ എറണാകുളം സിറ്റിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഒരു ട്രിപ്പ് അങ്ങനെ അടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ എക്സൽ. ഇപ്പോൾ അതിൻ്റെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെട്രോ സിറ്റി, അതായത് ഇപ്പോൾ എറണാകുളമായാലും തൃശ്ശൂരായാലും ഊബർ വിളിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ എറണാകുളത്ത് വന്നിരിക്കുന്നവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിറ്റിയിൽ താമസിക്കുന്ന സ്ഥിരം ആൾക്കാരിലാണെന്ന് സ്വന്തം വണ്ടി ഉണ്ടാവും, അവർ സ്വന്തം വണ്ടിയിലേക്ക് ആയിരിക്കും പോവുക. അതല്ലെങ്കിൽ പിന്നെ ട്രാഫിക്ക് അല്ലെങ്കിൽ പിന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഊബർ വിളിച്ച് പോകുന്നവർ കൂടുതൽ. അപ്പോൾ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഊബർ വിളിക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരാൾ അല്ലെങ്കിൽ 2 പേര്
അത്രയ്ക്ക് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വാഗണർ പോലെയുള്ള വണ്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഓട്ടം ഉണ്ടാവുക. പിന്നെ കുറച്ചും കൂടിയും ഇച്ചിരി സുഖമായിട്ട് ഇരുന്ന് പോകാം, അല്ലെങ്കിൽ ഇച്ചിരി ലഗേജ് വയ്ക്കുക എന്നുള്ളവരാണ് ഡിസയറിൽ മേടിക്കുക. പക്ഷെ അതിലും ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാറ്റഗറിയിൽ ഓട്ടത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വാഗണർ പോലെ, അതായത് ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ വരുന്ന വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ടം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡിസയറാണ് തൊട്ട് മുകളിൽ വരുന്നത്. ഒരു 1,25,000 രൂപയോളം ആണ് നമ്മുടെ ഇതും തമ്മിൽ വ്യത്യാസമുള്ളൂ. അതിനേക്ക് ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അത്ര മാറ്റം വരുന്നുള്ളൂ. പൈസയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 50 രൂപ 100 രൂപയുടെ ഒക്കെ മാറ്റേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർപോർട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 2 കാറ്റഗറിയിലുള്ള ഓട്ടം കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതിനൊരു സാധ്യത കൂടുതലുണ്ട് എയർപോർട്ടിൽ. പക്ഷേ ഒരു ദിവസം നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറൊക്കെ കിടന്നാലായിരിക്കും ഒരു എയർപോർട്ടിൽ ട്രിപ്പ് അടിക്കുക. അവിടെ ക്യൂ അനുസരിച്ചാണ് ട്രിപ്പ് അടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതിപ്പോൾ ഭയങ്കര ബോറായി പോകും. അപ്പോൾ എന്തായാലും ഇനി വണ്ടിയുടെ അതായത് വാഗണർ എടുക്കണതിനെ പറ്റിയുള്ള വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് അതാണ് മെയിനായിട്ടുള്ള കാര്യം. വാഗണർ എടുക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ക് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ സംഭവം നമ്മൾ അഡീഷണൽ ചെയ്തിരിക്കുന്ന കേട്ടോ. ഈ കാണുന്ന ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല. അന്ന് മേടിച്ചപ്പോൾ 2000 രൂപ അടുപ്പിച്ചിട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CNG ടാങ്ക് വരുന്നത് നമ്മുടെ എവിടെയാണ്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണ്ട എൻ്റെ സാധനങ്ങൾ, അതായത് എനിക്കൊരു ബാഗോ എൻ്റെ ഡ്രസ്സോ കാര്യങ്ങളോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റാവുന്ന അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ 2 ചെറിയ ബാഗും കുറച്ച് ഡ്രസ്സോ സാധനങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലേക്കൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് സ്പേസൊക്കെ ഉണ്ട്. നമ്മുടെ സാധനങ്ങൾ കസ്റ്റമേഴ്സ് കാണാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വയ്ക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ക് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊക്കത്തിൽ, ഈ സീറ്റിൻ്റെ ഈ ഒരു പൊക്കത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ CNGയുടെ കുറ്റി തന്നെ നമ്മുടെ ഈ പൊക്കത്തിൽ CNGയുടെ കുറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ സീറ്റിൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ ഇത്രയും പൊക്കം, ഏകദേശം ഇത്രയും പൊക്കം. ഇത് ഇച്ചിരി കൂടി ഡിസയറിൽ താന്നായിരിക്കുക കേട്ടോ. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പെട്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വെക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇപ്പം ഇച്ചിരി പൊക്കം കൂടി പെട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഗണറിൽ കണ്ടില്ലേ ഇവിടെ നിന്ന് തുടങ്ങിയത് ഈ ഹൈറ്റ് വരെ കിട്ടും. അതായത് ഈ ഇത്രയും ഹൈറ്റിൽ നമുക്ക് വാഗണറിൽ വെക്കാൻ പറ്റും. പക്ഷേ മറിച്ച് അതൊരു ബാഗാണെന്ന് വിചാരിക്കുക. ബാഗാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസയറിൽ സൈഡിലേക്കും ഈ സൈഡിലേക്ക് ഇപ്പോൾ ഈ CNGയുടെ ഭാഗം എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ CNG കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്പേസ് കണ്ടില്ലേ, ഇതേപോലെ തന്നെ സൈഡിലേക്കും അതേപോലെ തന്നെ ഈ CNG ടാങ്കിൻ്റെ ബാക്കിലേക്കും സൈഡിലേക്കൊക്കെ ഇട്ട് ബാഗ് ഇറക്കി വയ്ക്കാം. പക്ഷേ പെട്ടി വെച്ച് നോക്കുമ്പോൾ പെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി സൗകര്യമായിട്ട് തോന്നുന്നത് നമ്മുടെ വാഗണറിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗണറിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ഡോറാണ് കേട്ടോ. നമ്മുടെ ഡിസയറിൻ്റെ ഡോറാണെങ്കിൽ നമുക്ക് ഈ ഒരു, അതായത് ഇത്രയും രീതിയിലാണ് തുറക്കാൻ പറ്റുക. ആ സാധനത്ത് നമ്മുടെ വാഗണറിൻ്റെ ഡോറാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എർട്ടിഗയുടെ ഡോറായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എർട്ടിഗയുടെ ഡോറാണെങ്കിലും ഈ രീതിയിൽ 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ കണ്ട ശരിക്കും ഫുള്ളായിട്ട് ഇങ്ങനെ തുറക്കാം. സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. പക്ഷേ എർട്ടിഗയിലാണെന്നുണ്ടെങ്കിൽ, അല്ല നമ്മുടെ ഡിസയറിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലെ ഡോറ് തുറക്കുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാൻ ഇച്ചിരി ചെറിയൊരു ബുദ്ധിമുട്ട്, പ്രായമായ ആൾക്കാർക്കൊക്കെ കയറാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഈ ബാക്കിൽ ഈ CNG ടാങ്കിൻ്റെ കേസ് പറഞ്ഞു, ഈ മേളിൽ വന്നേക്കണ ഈ സംഭവം ഇത് നമ്മുടെ എർട്ടിഗയിലാണെന്നുണ്ടെങ്കിൽ കമ്പനി ആയിട്ട് തന്നെ ഇതേപോലെ തന്നെ ഒരു സംഭവം വരുന്നുണ്ട്. അതിൻ്റെ സ്പേസ്, ഡിക്ക് സ്പേസ് എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ടയറിൻ്റെ ഇപ്പുറത്തേക്കുള്ള സംഭവം ഇത്രയും ഒരു സ്പേസാണ് വരുള്ളൂ. കാര്യമായിട്ട് ലഗേജ് വയ്ക്കാൻ പറ്റില്ല. പിന്നെ സീറ്റ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എർട്ടിഗയിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്തൊരു വേറൊരു ഇതിന് മാത്രമായിട്ട് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഈ സംഭവം വെച്ചേക്കണതിൻ്റെ പേരിലുള്ളതാണ്. ഞാൻ കൂടുതലും വണ്ടി ഓട്ടം പോകുന്ന സമയത്ത് വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങാറ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗണർ എടുക്കുന്ന ആളാണെങ്കിലും അതേപോലെ തന്നെ എർട്ടിഗ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബാക്കിലെ സീറ്റ് മടക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇച്ചിരി ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സീറ്റ് ഇങ്ങനെ മടക്കി താഴേക്ക് ഇട്ടേക്കാം കേട്ടോ. ഇപ്പം ഞാൻ കിടന്ന് കാണിച്ചു തരാം. വൈറ്റ് ഷർട്ടാണ് എന്നാലും കുഴപ്പമില്ല, കിടന്ന് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഇതിനകത്ത് കിടക്കാൻ വേണ്ടിയിൽ ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ പില്ല ജസ്റ്റ് ഇവിടെ വയ്ക്കുക, ഇത് മൂലയ്ക്ക് കോർണറിൽ വെച്ചു. ഞാനിതിൽ തല വെച്ചു. സീറ്റ് നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് അവിടെ തല വെച്ചു. എൻ്റെ കാലിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. കാല് ശരിക്കും ഇതിൻ്റെ മേളിലേക്ക് ഇരിക്കണേ, അതായത് ലോഡായിട്ടിരിക്കണേ. കാല് ഇങ്ങനെ
ശരിക്കും ഇതുമ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിൽക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നു, അതായത് ഞാനിത് മേടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പ്ലൈവുഡിൻ്റെ കഷ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സീറ്റിൻ്റെ മേളിൽ നിന്ന് ബാലൻസ് ചെയ്തിട്ട് ഇതുമേ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്ലൈവുഡിൻ്റെ പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അത് വണ്ടിയിൽ വെച്ചിട്ടില്ല എന്നുള്ളൂ. അത് ഇതിൻ്റെ മേളിൽ കട്ട് ചെയ്ത് കറക്റ്റ് ഈ ലെവലിൽ തന്നെ ഇരിക്കും. അപ്പോൾ അത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. എർട്ടിഗയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാക്കിലെ 2 സീറ്റ് നമുക്ക് മടക്കി വെച്ചാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഈ ഒരു ഹൈറ്റ് കിട്ടില്ല. ശരിക്കും പറഞ്ഞത് ഈ ഒരു ഹൈറ്റേ കിട്ടുള്ളൂ, ഇത്രയും ഹൈറ്റ് ഉള്ളൂ. ഇതിനകത്ത് നല്ല ഹൈറ്റ് ഉണ്ട്. പ്രായമായ ആൾക്കാർക്കൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും, കയറാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് തന്നെ നമുക്കിത് ഇപ്പോൾ ഈ വണ്ടിക്ക് ഇത്ര ഹൈറ്റ് വരുന്നുണ്ട്. ഡിസയറാണെങ്കിൽ ഇത് ഈ ഒരു ഹൈറ്റ് വരാം. അപ്പോൾ കുനിഞ്ഞ് കാല് വളച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ടയറിൻ്റെ ഭാഗം കുറച്ചും കൂടി ഇങ്ങോട്ട് തള്ളിയിട്ട് നിൽക്കണേ ഡിസയറിൻ്റെ. അപ്പോൾ കയറാൻ ചെറിയ പ്രായമായ ആൾക്കാരൊക്കെ വണ്ടിയിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയും, ചിലവർ പറയും വാഗണറാണെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു, കയറാനൊക്കെ സുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ, പ്രായമായിട്ടുള്ള ആൾക്കാർ വണ്ടി വിളിക്കുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ വാഗണർ പോലത്തെ വണ്ടികൾ വിളിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. എനിക്ക് അങ്ങനെയുള്ള കുറേ ഓട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസയറിനുള്ളതിനേക്കാൾ കൂടുതൽ ലെഗ് സ്പേസ് നമ്മുടെ വാഗണറിനാണ് ഉള്ളത്. അതെനിക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തരാൻ വേറെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കില്ല. പിന്നെ എന്നുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാക്കിൽ 3 കസ്റ്റമേഴ്സ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വലിയ വണ്ണം ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ 4 കസ്റ്റമേഴ്സിന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വാഗണറിൽ ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ബെഞ്ച് സീറ്റാണ്. ഈ സൈഡ് കണ്ടില്ലേ, ബെഞ്ച് സീറ്റായിട്ട് സ്ലോപ്പായിട്ട് വരുന്ന സീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഈ സൈഡിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാലും ഇപ്പം അങ്ങനെ ഒരു ഫീൽ ചെയ്യില്ല. 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ ഡിസയറിൻ്റെ സീറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു കർവ് ഷേപ്പാണ് വരണേ. അപ്പോൾ ഈ അറ്റത്തേക്ക് ശരിക്കും ഇരിക്കാൻ പറ്റില്ല. അതായത് ഈ അറ്റത്ത് ഇരിക്കുന്ന ആൾ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഇത്ര സ്പേസ് വിട്ടിട്ടാണ് ഇരിക്കുക. അപ്പോൾ 3 പേർക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ബാക്കിലെ സീറ്റിലിരിക്കുമ്പോൾ. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് സീറ്റ് ആയതുകൊണ്ട് 3 പേർക്കാണെങ്കിൽ, ഇനിയിപ്പോൾ അത് വലിയ വണ്ണമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ 4 പേർക്കാണെങ്കിലും സുഖമായിട്ട് ഈ വണ്ടിയിൽ ഇരിക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കണ കാര്യമാണ് ഞാൻ പറയണുള്ളൂ, ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയണേ. പക്ഷേ 2 പേരാണ് ഇരുന്ന് യാത്ര ചെയ്യുള്ളൂ. കൂടുതൽ ഊബറിലൊക്കെ 2 പേരൊക്കെ ആയിരിക്കും ഇരുന്ന് യാത്ര ചെയ്യുക. അങ്ങനെയുള്ളൊരു സംഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസയറിലായിരിക്കും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുക. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെഞ്ച് സീറ്റാണ്. ഇങ്ങനെ ഈ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് സുഖമായിട്ട് ഇരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസയറിൻ്റെ സീറ്റ് ഇങ്ങനെയല്ല, ഇതിങ്ങനെ ചാരി ഇരിക്കാൻ പറ്റും. കുറച്ചും കൂടി ചാരൽ വരുന്നുണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ബെഞ്ച് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചാരൽ കുറവാണ് ഇതിനേലും. ഇപ്പോൾ ഈ വണ്ടി നമ്മുടെ വാഗണർ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഡിസയറിൽ ഇച്ചിരി കൂടി ചെരിഞ്ഞിട്ട് ഇരിക്കുക. സുഖമായിട്ട് യാത്രാസുഖം ചാരി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി യാത്രാസുഖം ഡിസയറിൽ കൂടുതൽ കിട്ടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഗണറിൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സെൻറ്ററിൽ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഡോർ അടച്ചിടാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് അതായത് 360 ഡിഗ്രിയിൽ ഈ വണ്ടിയുടെ എല്ലാം കാണാം. അതായത് ഒറ്റ നോട്ടത്തിൽ എനിക്ക് സൈഡിലേക്ക് നോക്കണ്ട, അതായത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്കിത് ഇവിടെ നിന്ന് തുടങ്ങി, അതായത് ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെയുള്ള വ്യൂ എനിക്ക് ഇതിൻ്റെ ബാക്കിൽ ഈ സീറ്റിൽ സെൻറ്ററിൽ ഇരുന്നാലും ഈ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ആ ഭാഗത്തു നിന്നുള്ള വഴിയും ഈ സൈഡിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ സുഖമായിട്ട് കാണാൻ പറ്റും. ആ സ്ഥാനത്ത് ഡിസയറിലാണെങ്കിൽ കുറച്ചുകൂടി താന്നിട്ട് ഇരിക്കുക, ഗ്ലാസ്സിന് ഇത്ര പൊക്കം വരുന്നില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണാം. ഡിസയറിൽ ഇരുന്ന് കാണുമ്പോൾ ശരിക്കും ഫ്രണ്ടിൽ കാണാൻ പറ്റില്ല. ഫ്രണ്ടിൽ അതേപോലെ ഡാഷ് കുറച്ചും കൂടി പൊന്തിയിട്ടായിരിക്കും ഇരിക്കും. അപ്പോൾ നമ്മൾ ചാരി ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയറിനകത്ത് നമുക്ക് വഴി കാണാൻ പറ്റില്ല. വഴി കാണാമെന്നല്ല, സൈഡ് ഇതേപോലെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റില്ല. ഡിസയറിനകത്ത് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വാഗണറിൽ സുഖമായിട്ട് കാണാൻ പറ്റും. 360 ഡിഗ്രി എന്ന് പറയുന്ന പോലെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. ഞാൻ മാക്സിമം സീറ്റ് ബാക്കിലിട്ട് ഇട്ടേക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഇരുന്നിട്ട് ബാക്കിലേക്ക് ഇത്ര വരയ്ക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇരിക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീറ്റിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, അത് ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് തന്നെ ഇരുന്ന് കാണിച്ചു തരാം. അപ്പോഴും ഫ്രണ്ടിൽ നല്ല ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പക്കായിട്ട് ഇരിക്കുന്ന ഒരാളാണതേ. ഞാൻ ഇരുന്നിട്ട് ഇത്രയും ഒരു സ്പേസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 അടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും
മുട്ടൂല, കാല് മുട്ടൂല. അതേപോലെ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഇപ്പം തന്നെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ 2 പേരുള്ളൂ അല്ലെങ്കിൽ 3 പേരുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് കുറച്ചുകൂടി ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബാഗോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അതിനുള്ളൊരു സ്പേസ് ഉണ്ട് വണ്ടിയിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ സീറ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ ലഗേജ് വയ്ക്കാറ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ലഗേജുള്ള ഓട്ടം വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റഗറി ലഗേജ് കൂടുതലുള്ള ആൾക്കാർ ഡിസയർ ആയിരിക്കും വിളിക്കുക. പക്ഷേ ഡിസയറിൽ കയറുന്ന അതേ ലഗേജ് തന്നെ നമ്മുടെ വണ്ടിയിലും കയറും. അപ്പോൾ ഡിസയർ CNG വണ്ടിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഞാൻ CNGനെ പറ്റിയാണ് പറയണത്. നമ്മുടെ ഊബർ ഓടുന്ന എല്ലാവരും CNG വണ്ടിയാണ് എടുക്കാറ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊബർ വിളിക്കുന്ന ഊബറിൽ ഡിസയറിന് അധികം ഓട്ടം വരാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ എറണാകുളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന്, അതായത് ടൂറിന് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങൾക്ക് വരുന്നതായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് വരുന്നവരായിരിക്കും. അവരൊന്നും ചിലപ്പോൾ വണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവരില്ല. അപ്പോൾ ഊബറായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കില്ല, വളരെ കുറവായിരിക്കും പെട്ടിയും വെച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ HVAC വണ്ടികൾക്ക് തന്നെയാണ്. അപ്പോൾ ഊബറിൽ ഏത് വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഗണറിനാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗണറിനുള്ള കുറേ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം എനിക്കുണ്ടായൊരു അനുഭവം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് ഞാനൊരു ഓട്ടം പോയിട്ടുണ്ടായിരുന്നു. ഓട്ടം പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇറങ്ങിപ്പോയി. പാതിരാത്രി ഒരു ലേഡിയാണ്, ലേഡിയല്ല, ഒരു പെൺകുട്ടി. അപ്പോൾ അവൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അവൾ പോയി. കറക്റ്റ് ഒരു വണ്ടിക്ക് കിടക്കാമെന്ന്, അതായത് ഡോറ് പോലും ശരിക്കും തുറക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ വഴി. അപ്പോൾ ഞാൻ അവിടെ പോയി, അവിടെ തിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ തിരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വണ്ടി കയറിയപ്പോൾ ഒന്നും തിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മളവിടെ പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കറക്റ്റ് തിരിക്കാൻ, അതായത് പകലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല വീടുകളിലെ ഗേറ്റ് ഇടുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് തിരിക്കാൻ പറ്റുമായിരുന്നു. ഗേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 3 കൂടി ഒരു വഴിയാണ് അവിടെ തന്നെ. അപ്പോൾ കറക്റ്റ് ഒരു 4-5 പ്രാവശ്യം ആ കൊച്ചി ഇറങ്ങിപ്പോയി. ഞാൻ കറക്റ്റ് 4-5 പ്രാവശ്യം ഇട്ട് ബാക്ക് തിരിഞ്ഞ് ഹാൻഡ് ബ്രേക്ക് വലിച്ച് അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് വണ്ടി ശരിക്കും പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡിസയറിൻ്റെ കാര്യം, എർട്ടിഗയുടെ കാര്യം പറഞ്ഞു. അതിനകത്ത് നമുക്ക് ഈ കാറ്റഗറി ഞാൻ പറഞ്ഞില്ലേ ടിക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഗണറിൻ്റെ ഓട്ടവും ഡിസയറിൻ്റെ ഓട്ടവും കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വണ്ടി കയറുമ്പോൾ ഇത് ഏത് വണ്ടിയാണ് വരുന്നത് അവരതൊന്നും ചിന്തിക്കില്ല. വണ്ടി വരുന്നു, കയറുന്നു, അവർ മൊബൈലിൽ നോക്കിയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലവരൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് സംസാരിക്കുക. ഈ സംസാരിക്കുകയാണെങ്കിൽ പോലും അവർ വണ്ടി ഏതാണെന്നൊന്നും ചിലപ്പോൾ നോക്കുകയൊന്നുമില്ല. അങ്ങനെ നോക്കുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ എത്തുന്ന ലൊക്കേഷനിൽ അവർ ഇറങ്ങുമ്പോഴായിരിക്കും അയ്യോ ഈ വണ്ടി ഇവിടേക്ക് കയറില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ പോയ വഴി തന്നെ തിരിച്ച് ചിലപ്പോൾ 1 കിലോമീറ്ററൊക്കെ റിവേഴ്സ് അടിച്ച് പോകേണ്ടി വരും. ഈ റിവേഴ്സ് അടിക്കുമ്പോൾ പ്രശ്നമുണ്ട്, അങ്ങോട്ട് കയറി പോയ പോലെ നമുക്ക് തിരിച്ച് ഒരിക്കലും ഇറങ്ങി പോകാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയത്താണെങ്കിൽ വഴിയുടെ സൈഡിൽ ചിലപ്പോൾ ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ ബൈക്ക് വെച്ചിട്ടുണ്ടാവും, കാർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വളച്ച് റിവേഴ്സ് എടുത്ത് പോകാൻ അത്ര സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഇപ്പോൾ ഡിസയറിനകത്ത് വാഗണറിൻ്റെ ഓട്ടം ടിക്ക് ചെയ്ത് കൊടുത്താലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ എനിക്ക് അന്നുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ടും ബാക്കും ഫ്രണ്ട് എടുത്ത് തിരിക്കാൻ നോക്കി, തിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ തിരിച്ചു. ഹാൻഡ് ബ്രേക്ക് വലിക്കും, ഫ്രണ്ടിലേക്ക് പോവും. അതായത് റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വാണിംഗ് അടിക്കും. ബാഗിക്ക് എന്തോരം പോകാൻ പറ്റുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി തന്നെ നോക്കണം. ഞാനങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി നോക്കണതിൻ്റെ ഇടയിൽ ഒരു 4-5 പട്ടികൾ ചറപ്പറാന്നെങ്കിലും പറഞ്ഞുകൊണ്ട് ഓടി വരെ. വണ്ടിയുടെ ഡോർ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി നോക്കുന്ന സമയത്ത് ഡോർ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അകത്തേക്ക് പെട്ടെന്ന് കയറാൻ പറ്റിയില്ല. പട്ടി കുറച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരാ. നേരെ ഞാനവിടെ മതിലുമേയും കാല് ചവിട്ടിയിട്ട് മതിലുമേയും അതുമേക്ക് ചവിട്ടി വണ്ടിയുടെ മേളിലേക്ക് നേരെ കയറി. അതായത് നമ്മുടെ ഈ കാറിൻ്റെ നേരെ മേളിൽ കയറിയിരുന്നു. എന്നിട്ട് പട്ടികൾ പോയതിന് ശേഷമാണ് താഴെ ഇറങ്ങി ഡോറ് തുറന്ന് അകത്ത് കയറാൻ പറ്റി. എന്നിട്ട് കുറേ ബുദ്ധിമുട്ടി ഞാനന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വണ്ടി തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ രാത്രി ചിലപ്പോൾ കസ്റ്റമേഴ്സൊക്കെ അവർ ഡ്രോപ്പ് ചെയ്ത് അവർ പൈസ തന്നാൽ അവർ വേണ്ട ഒരു പാടിന് പോകും. നമ്മളാണ് വണ്ടി അവിടെ നിന്ന് തിരിച്ചെടുത്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എർട്ടിഗൊക്കെ എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് അവിടെ തിരിക്കാൻ പറ്റില്ല. എന്തോരം വഴി റിവേഴ്സ് പോകണം. പട്ടികളും ഇതൊക്കെ രാത്രിയൊക്കെ കഴിഞ്ഞാൽ നിറച്ച് പട്ടികളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഓടണയിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ മാറ്റം വരും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയറിനെ പറ്റിയുള്ള കുറച്ച് ഗുണങ്ങൾ കാണിച്ചു തരാം. അപ്പം നമ്മുടെ വാഗണറിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം കിട്ടുക, പിന്നെ ചെറിയ വഴിക്കൂടെ ഏത് വഴിക്കൂടെ വേണമെങ്കിൽ കടന്നു പോവാം. പിന്നെ പ്രായമായ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാനും കയറാനും ഇറങ്ങാനും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. പിന്നെ ഒരാളെ പിടിച്ച് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് 90 ഡിഗ്രി ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിലാണ് ഇപ്പോൾ പ്രായമായ ആൾക്കാർ പിടിച്ച് കയറ്റ സാഹചര്യം വരാണെന്നുണ്ടെങ്കിൽ
പിടിച്ച് കയറ്റാൻ ചിലപ്പോൾ മറ്റേ ഡിസൈറിൻ്റെ ഡോറാണെങ്കിൽ ഇത്ര തുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് പിടിച്ച് കയറ്റാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ അങ്ങനെ പിന്നെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയിലുള്ള ഒരു വ്യൂ കിട്ടില്ല. 4 പേര് അല്ലെങ്കിൽ 3 പേര് ബാക്കിലുണ്ടെന്നുണ്ടെങ്കിൽ 3 പേർക്ക് ഇരുന്ന് പോകാനുള്ള യാത്രാസുഖം നമ്മുടെ ഡിസൈറിന് കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ലഗേജിൻ്റെ കാര്യം പറഞ്ഞു, ഡിസൈർ CNGയിലും അതേപോലെ തന്നെ വാഗണർ CNGയിലും ഒരേ രീതിയിലുള്ള ഡിക്ക് സ്പേസേ കാര്യമായിട്ടുള്ളൂ. പിന്നെ കാരിയർ വയ്ക്കേണ്ടി വരും. കാരിയർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാഗണറിലായാലും സ്പേസ് ഉണ്ടാവും, ഡിസൈറിലായാലും സ്പേസ് ഉണ്ടാവും, എർട്ടിഗയിലായാലും സ്പേസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ മനസ്സിലായില്ലേ. ഏറ്റവും ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓട്ടം അതേപോലെ തന്നെ കയറുന്ന കസ്റ്റമേഴ്സിനുള്ളൊരു സംഭവം, ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ വാഗണറിലാണ്. പിന്നെയെന്ന് പറഞ്ഞാലുള്ള വേറൊരു സംഭവമാണ് ഞാൻ പറയാൻ പറയുന്നത്. ഇനി വാഗണറിന് ഇല്ലാത്ത കുറേ നെഗറ്റീവ്സ് ഞാൻ കാണിച്ചു തരാം. അതായത് വാഗണറിന് ഇല്ലാത്ത നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഗണറിന് വരുന്നത് ഇപ്പോൾ നിലവിൽ വരുന്നത് 6,50,000 രൂപയുടെ അടുത്താണ് ഓൺ റോഡ് വരുന്നത്. ഡിസൈറിന് വരുന്നത് ഒരു 8 ലക്ഷം രൂപയുടെ അടുത്ത്, അതായത് 1,40,000 രൂപയോളം, ഒരു 1,40,000 രൂപയോളമാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ റേറ്റ് എന്തായാലും ഭയങ്കര കൂടുതലാണ്. 1.5 ലക്ഷം രൂപയോളം കൂടുതൽ കൊടുക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ഓട്ടം നമ്മുടെ വാഗണറിനല്ലേ, ചെറിയ വഴി കൂടെ പോകാം, അങ്ങനെയൊക്കെ നോക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താണ് പറയുക, ഇഷ്ടം ഉണ്ടാവില്ല. വാഗണർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വണ്ടി, നമുക്കൊരു സുഖമില്ല. ഡിസൈർ ആകുമ്പോൾ കുറച്ചും കൂടി രസമുണ്ട്, ഒരു പ്രീമിയം വണ്ടിയാണ്. പിന്നെ പ്രീമിയം കാറ്റഗറി ഉണ്ട് നമ്മുടെ ഊബറിൽ. പ്രീമിയർ കാറ്റഗറിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. അതായത് പ്രീമിയർ എന്ന് പറഞ്ഞാൽ ഡിസൈർ മുതലുള്ള വണ്ടികൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് അല്ല, കുറച്ച് പ്രീമിയം അങ്ങനെ ഒരു കാറ്റഗറിയാണ്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഡിസൈറിന്, ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് പ്രീമിയർ വണ്ടി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ പോലും പ്രീമിയർ കാറ്റഗറിയിൽ വരുന്നപ്പോൾ അത്യാവശ്യം കാശുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വാഗണറിൽ യാത്ര ചെയ്യില്ല. അപ്പോൾ അവർ ഡിസൈർ അല്ലെങ്കിൽ എർട്ടിഗ വണ്ടി ആയിരിക്കും ബുക്ക് ചെയ്യുക. അത് പ്രീമിയറിൽ ഡിസൈർ അല്ലെങ്കിൽ അതിൻ്റെ മേളിലുള്ള വണ്ടികൾ ഏത് വണ്ടി വിളിച്ചാണെങ്കിലും റേറ്റ് നല്ല കൂടുതലുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ ഹാച്ച് ബാക്കിന് 200 രൂപ ഓട്ടാണെന്നുണ്ടെങ്കിൽ ഡിസൈറിന് വരുന്നത് 220 ആണെന്നുണ്ടെങ്കിൽ പ്രീമിയറിലും 320 രൂപ. അത്രയും കാശ്. അത് ഇപ്പം നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ആ വണ്ടി ഓടുന്നുണ്ട്, അവർക്ക് പ്രീമിയറൊക്കെ ആണ്ടിലൊരുക്കി അടിക്കാറുള്ളൂ. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ വല്ലപ്പോഴും ആണ്ടിലൊരുക്കി കിട്ടിയാലൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. അത് എർട്ടിഗ എടുത്താലും ഡിസൈർ എടുത്താലും കിട്ടും. പിന്നെ നമ്മുടെ വാഗണർ തമ്മിൽ 1,40,000 വാഗണറിൻ്റെ ഫുൾ നെഗറ്റീവാണ് ഇനി ഞാൻ പറയാൻ പോണേ. എത്ര നേരം നമ്മുടെ വാഗണറിൻ്റെ പോസിറ്റീവ് പറഞ്ഞത്, നെഗറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞുതരാം. ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വണ്ടിയുടെ മിററാണ് കേട്ടോ. ഞാൻ അത് കാണിച്ചു തരാം. നമ്മുടെ മിററാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ഈ ഓട്ടോറിക്ഷ അങ്ങനത്തെ ഏസ് അങ്ങനത്തെ വണ്ടികളിലൊക്കെ ഉള്ള പോലത്തെ മിററാണ് ഇതെന്ന് പറഞ്ഞാൽ. ഞാനിത് ഇങ്ങോട്ട് തള്ളി വെച്ചു, പിന്നെ ഞാനിത് ഇങ്ങോട്ട് തള്ളി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തള്ളി വയ്ക്കണം. അത് അപ്പുറത്തെ സൈഡിൽ മിററാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ തള്ളി വയ്ക്കണം. ആ സ്ഥാനത്ത് ഡിസൈർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് നമ്മൾ കനക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വെച്ചു, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെച്ച ആ സെയിം പൊസിഷനിലേക്ക് തന്നെ വരും. ഇതിൻ്റെ ഗ്ലാസും ഇതും കൂടി ഒരുമിച്ച വരണം, മനസ്സിലായില്ലേ. മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് ആയിരിക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതായത് ഇത് ഫോൾഡ് ചെയ്ത് നേരെയാക്കി കഴിഞ്ഞാൽ ഗ്ലാസ് ആയിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, അത് നമ്മൾ മുന്നേ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അതേ പൊസിഷനിലേക്ക് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എൻ്റെ പൊസിഷനിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറ സൈഡിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളുടെ സഹായം വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കൂടെ വെച്ചിട്ട് ഇങ്ങോട്ട് കൈ എത്തിച്ച് വീണ്ടും വന്ന് നോക്കി അങ്ങനെ കുറേ ബുദ്ധിമുട്ടണം. ആ സ്ഥാനത്ത് നമ്മുടെ ഡിസൈറിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മുടെ ഈ മിറർ ഫോൾഡബിൾ മിറർ തന്നെ വരണേ. അത് വണ്ടി ലോക്ക് ചെയ്താൽ തന്നെ, അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ് ഡിസൈറിൽ വരുന്നത്. അതേപോലെ തന്നെ എർട്ടിഗയിലും വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററിലാണ്. അപ്പോൾ അതായത് ഈ ഒരു മിററിന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 18,000 രൂപയോളം ഈ 2 മിററിന് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവാണ് വാഗണറിൻ്റെ. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയില്ലെങ്കിലും എന്താണ് പറയുക, നമ്മുടെ ഭയങ്കര ചൂട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയില്ലെങ്കിൽ കൂടി ഇത് നോർമൽ വാഗണർ, ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് വാഗണറിൽ ഒക്കെ വരുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരത്തിൽ പെട്ടാണ്. ഇതിപ്പോൾ ഒരു ഉപകാരമില്ലാത്ത രീതിയിലുള്ളൊരു മിററായിപ്പോയി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 18,000 രൂപ അവിടെ പോയി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗണറിന് ഇല്ലാത്തതും ഡിസൈറിനുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് സെറ്റ്. ഇപ്പോൾ നമ്മുടെ വാഗണറിൽ ഈ ഇരിക്കുന്ന സെറ്റ് ശരിക്കും പറഞ്ഞാൽ കമ്പനി വരുന്ന സെറ്റാണ് ഇത്. എനിക്ക് ഒരു താപ്പിൽ കിട്ടിയതാണ്.
ടാപ്പിൽ കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ ഡിസയർ വാഗണറിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റ് ഇല്ല, ഇവിടെ ഇങ്ങനെ വെറുതെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഡിസയർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി തന്നെ ഇത് ഈ സെയിം സെറ്റ് ഇതേപോലത്തെ ഒരു സെറ്റ് വരുന്നുണ്ട്. ഈ സെറ്റിന് വരുന്നുണ്ട് 18,000 രൂപ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ സെറ്റ് പുറമേന്ന് കയറ്റി വയ്ക്കുകയാണെങ്കിൽ ഞാനിതിപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ച് വേറെ ഒരു വണ്ടി വാഗണർ എടുത്തപ്പോൾ അയാൾ ഈ സെറ്റ് മാറ്റിയിട്ട് ആൻഡ്രോയിഡ് വെച്ചപ്പോൾ ആ സെറ്റ് അവിടെ ഇരിക്കണ്ടായിരുന്നു. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവരേന്ന് തപ്പി പിടിച്ച് മേടിപ്പിച്ചതാണ് ഈ സെറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ട് സാധാരണ എല്ലാവർക്കും പുതിയതായിട്ട് സെറ്റ് വെക്കേണ്ടി വരും. അപ്പോൾ ഒരു സെറ്റ് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇങ്ങനത്തെ സെറ്റ്, അതായത് ബ്ലൂടൂത്ത് ആയിട്ടുള്ള സാധാരണ ഒരു സെറ്റ് 2 സ്പീക്കറും അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ 2,000 രൂപയെങ്കിലും കുറഞ്ഞത് വരും. ഇപ്പോൾ ഈ കമ്പനി സെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഈ കമ്പനി സെറ്റാണെന്നുണ്ടെങ്കിൽ 18,000 രൂപ 20,000 രൂപ ഉണ്ട് അവർ പറയണത്. ഈ 2 സ്പീക്കറിനും ഈ ഒരു സെറ്റിനും കൂടിയിട്ട് അവർ പറയുന്ന എമൗണ്ട്. ഇപ്പോൾ ഈ 18,000 രൂപയുടെ സെറ്റ് നമ്മുടെ ഡിസയറിനകത്തും അതേപോലെ തന്നെ എർട്ടിഗനകത്തും ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് അഡീഷണലി കയറ്റേണ്ടി വരുന്നില്ല. 2 സ്പീക്കറാണോ 4 സ്പീക്കറാണോ വരുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 2 സ്പീക്കർ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 8,000 രൂപ വേറെ കരുതണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബാഗ്, ഇതിന് 2 എയർ ബാഗാണുള്ളത്. ഡിസയറിന് ഒരു എയർ ബാഗ് കൂടുതലുണ്ട്, എർട്ടിക്കും ഒരു എയർ ബാഗ് കൂടുതലുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഡിസയറിലും വരുന്നുണ്ട്, എർട്ടിക്കയിലും വരുന്നുണ്ട്. ഇതിനകത്തും അങ്ങനെയൊന്നും വരുന്നില്ല. നമ്മുടെ പഴയ ആ ഒരു സെറ്റപ്പ് മനസ്സിലായില്ലേ, അങ്ങനത്തെ സംഭവം തന്നെ. അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ലാതെ തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് കണ്ടില്ലേ, ഫ്രണ്ടിൽ മാത്രമാണ് 2 ഡോറ് പവർ വിൻഡോ വരുന്നത്. പിന്നെ ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും വരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഒരു ഡോറ് നമ്മുടെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, ടച്ച് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് ഇറങ്ങി പോകും. 2 മിറർ ഇല്ല. ആ സ്ഥാനത്ത് ഡിസയർ ആണെന്നുണ്ടെങ്കിലും എർട്ടിഗ ആണെന്നുണ്ടെങ്കിലും 4 ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട്, ചൈൽഡ് ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ 2 വിൻഡോയും ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 1 ടച്ചിൽ ഓട്ടോ ഡൗണും അപ്പ് ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഡ്രൈവറിൻ്റെ അവിടുത്തെ ഇത് ഓട്ടോ ടച്ച് ആൻഡ് ഓട്ടോ അപ്പും ഡൗണും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലോക്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ചാവി വരുന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ അഡീഷണൽ നമ്മുടെ പോപ്പുലറിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ ഞാൻ ചെയ്തതാണ്. ഇതിനൊക്കെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2,500 രൂപയാണ്ട് നമുക്ക് അഡീഷണൽ ചാർജ് വരുന്നുണ്ട്. നമ്മുടെ ഡിസയർ ആണെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ലോക്ക്, അതായത് റിമോട്ട് ലോക്ക് കമ്പനി ആയിട്ട് തന്നെ വരുന്നുണ്ട്, നമ്മൾ അഡീഷണൽ കയറ്റണ്ട. അപ്പോൾ അവിടെ ഒരു 2,500 രൂപ നമുക്ക് ലാഭം കിട്ടിയിട്ടാണ്. അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലെ ഇതിൻ്റെ കണ്ടിയിൽ നമുക്ക് തിരിച്ച് കയറ്റുന്ന ടൈപ്പ് വിൻഡോസാണ്. അപ്പോൾ ഇത് പവർ വിൻഡോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 രൂപ 6 ഇഞ്ച് എക്സ്ട്രാ വരും. അപ്പോൾ ഈ സെറ്റിൻ്റെ 18,000 രൂപ, മിററിന് 18,000 രൂപ, അതേപോലെ തന്നെ അങ്ങനത്തെ ഇപ്പോൾ അത്ര തന്നെ മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് പറയണ്ട. പിന്നെ അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് ഡിസയറിൽ ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ഡിസയറിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോഗ് ലാമ്പ് കൂടാണ്ട് വേറെ എന്താ വരുന്നൊക്കെയാണ് പെട്ടെന്നാണ് മൈൻഡിൽ കിട്ടണില്ല. ഇത്ര നേരം ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ മറന്നുപോയി, എന്താണെന്നറിയില്ല. എന്നാലും അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ വാഗണറിന് ഇല്ലാത്തത് അതിൽ വരുന്നുണ്ട്. അപ്പം അത് നമ്മ ഈ വണ്ടിയിൽ ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് സെറ്റ് കയറ്റണം, നമ്മുടെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മറ്റേ വണ്ടിയിൽ കമ്പനി തന്നെ ഇറക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വർക്കുകളൊക്കെ ചെയ്തു വരണമെങ്കിൽ തന്നെ ഒരു 80,000 രൂപ അതിനായിട്ട് കണക്കാക്കണം. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 80,000-ൻ്റെ ഒപ്പം ഒരു 40,000 രൂപ കൂടുതൽ കൊടുത്താൽ മതി. അതായത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC-യുടെ കാര്യവും ആ പൈസ ഞാൻ കൂട്ടണില്ല. അതേപോലെ തന്നെ അതിനകത്ത് നമ്മുടെ കുറച്ച് സെൻസേഴ്സ് കൂടുതൽ വരുന്നുണ്ട്, ക്ലച്ച് ചവിട്ടിയാലേ വേണ്ടി ഷാർട്ടാവുള്ളൂ. പിന്നെ പവറിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഗണർ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾട്ടോ ഓടിക്കുന്ന ഫീലാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഓവർടേക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയണേ, ഓവർടേക്കൊക്കെ ചെയ്യണ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ നന്നായിട്ട് ഡൗൺ ചെയ്ത് തന്നെ കാല് കൊടുത്ത് കയറി പോകണം. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏവറേജ് ഇപ്പോൾ എന്താ പറയുക, ഒരു നമ്മൾ ഇതിനകത്ത് RPM കാര്യം അങ്ങനത്തെ മീറ്ററോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ, നോർമലി മീറ്റർ വരണ, സാധാരണ ആൾട്ടോയിലൊക്കെ വരുന്ന ടൈപ്പ് മീറ്റർ വരണ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 25 കിലോമീറ്റർ സ്പീഡ് വരെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ആക്സിലേറ്റർ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ 25 കഴിഞ്ഞ് നമുക്കൊരു കുതിപ്പുണ്ട്. ഡിസയറിലായാലും എർട്ടിഗയിലായാലും ഒരു നല്ലൊരു കുതിപ്പുണ്ട്. ആ പറയുന്ന കുതിപ്പൊന്നും നമ്മുടെ വാഗണറിൽ കിട്ടില്ല. നമുക്ക് ഓവർടേക്കൊക്കെ സുഖമായിട്ട് ചെയ്തു പോകാം. ഇത്
ഭയങ്കര ലാഗ്. അതായത് AC ഓഫ് ചെയ്യൊന്നും വേണ്ട, ആൾട്ടോനെ പോലെ പറഞ്ഞപ്പോൾ അങ്ങനെ AC ഓഫ് ചെയ്യൊന്നും വേണ്ട, പവറൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുള്ളിങ് ഉണ്ടല്ലോ, നല്ല ഇങ്ങനെ വലിച്ചിട്ട് പോകാന്ന് പറയുന്ന ഒരു പുള്ളിങ് ഇല്ലേ, ആ പുള്ളിങ് ഒന്നും ഇല്ല. ആൾട്ടോനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയൊക്കെ തന്നെയാണ്, അത്യാവശ്യം പുള്ളിങ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഈ വലിച്ചങ്ങനെ ഈ പറന്ന് പോകാന്ന് പറയുന്ന ഒരു ഫീലില്ലേ, ആ ഫീലൊന്നും വാഗണറിൽ കിട്ടൂല. അത് നമ്മുടെ ഡിസൈറിൽ തന്നെ കിട്ടുള്ളൂ, നല്ല പവറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൽ ഈ വണ്ടിക്ക് കിട്ടുന്ന നിലവിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് മീറ്റർ ക്ലസ്റ്ററിൽ എനിക്ക് കാണിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 11 കിലോമീറ്റർ 9 കിലോമീറ്റർ ഒക്കെയാണ് നമ്മുടെ സിറ്റിയിൽ കാണിക്കുന്നത്. CNG ഇല്ലാത്ത സമയത്ത് പെട്രോൾ ഓടിക്കുമ്പോൾ. അതിപ്പോൾ ഹൈവേയിലാണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം മൈലേജ് 15ആണ്. നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ മൈലേജ് കുറേയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് 15ആണ് കേട്ടോ. ആ സ്ഥാനത്ത് ഡിസയർ പെട്രോളിൽ ഓടിക്കുമ്പോൾ ഇതിനേക്കാൾ 2 കിലോമീറ്റർ മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്തേക്കണേ. കാരണം ഇതിലും വലിയ വണ്ടിയാണ് ഡിസയർ, എന്നിട്ട് അതിലും ഇതിനേക്കാൾ കൂടുതൽ 2 കിലോമീറ്റർ കൂടുതൽ മൈലേജ് പെട്രോളിൽ അതിൽ കിട്ടുന്നുണ്ട്. CNGയിലാണെങ്കിൽ 2 കിലോമീറ്റർ കുറയണുള്ളൂ. വലിയ മാറ്റം CNGയിലെ മൈലേജ് വലിയ കാര്യമായിട്ട് മാറ്റം കണക്കാക്കണ്ട. ഹൈവേയിൽ സെയിം തന്നെയാണ് കിട്ടുക. അതായത് നല്ല ഹൈവേയിൽ സുഖമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേളാങ്കണ്ണിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിസയറിനും വാഗണറിനും എർട്ടിഗയ്ക്കൊക്കെ ഏകദേശം ഒരേ മൈലേജൊക്കെ തന്നെയായിരിക്കും കിട്ടുക. അതിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ പവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അടിപൊളിയായിട്ട് നമുക്ക് സുഖമായിട്ടിരുന്ന് ഓടിക്കാം. പിന്നെ ഡിസയറിനായാലും എർട്ടിഗയ്ക്കായാലും ഉള്ള ഒരു നെഗറ്റീവും കൂടി ഉണ്ട്. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ മാക്സിമം സീറ്റ് ഞാൻ ചാരി ഇരുന്ന് ഓടിക്കുന്ന ആളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചാരി ഇരുന്ന്, എനിക്ക് കൈ കണ്ടില്ലേ, കൈൻ്റെ മുട്ട് മടക്കാൻ പാടില്ല, അത്രയും നീക്കിയിട്ട് വയ്ക്കണം. ചിലവർ തന്നെ ഇങ്ങനെ മുട്ട് വളച്ചിട്ടാണ് സ്റ്റിയറിങ് പിടിക്കുക. ഞാൻ മുട്ട് വളയാത്ത രീതിയിലാണ് ഞാൻ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യാറ്. അപ്പോൾ മുട്ട് മടക്കാത്ത രീതിയിൽ എനിക്ക് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുമ്പോഴും എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. എൻ്റെ കണ്ണിൻ്റെ നേരെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ക്യാമറ വെച്ചേക്കണേ, കണ്ണിൻ്റെ നേരെ ക്യാമറ വെച്ചാലും എനിക്ക് സുഖമായിട്ട് ഫ്രണ്ട് കാണാൻ പറ്റും. പക്ഷേ ഡിസയറിൻ്റെ അകത്ത് ഞാനിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അവിടെ ക്യാമറ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സീറ്റ് ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന പോലെ ഡിസയറിനകത്ത് സീറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാവുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതിങ്ങനെ ആയിരിക്കും കേട്ടോ. ഡിസയറിനകത്ത് എൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റാവുന്നത് ഇതേപോലെ തന്നെ. എൻ്റെ ഷെവർലൈറ്റിൻ്റെ ബീറ്റിനകത്ത് ഇരുന്നാലും എനിക്ക് ഇതേപോലെയാണ് ഫ്രണ്ട് കാണാൻ പറ്റണേ അവസ്ഥ. അതായത് ഞാനിപ്പോൾ ഉദ്ദേശം കാണിച്ചു തന്നുള്ളൂ. അത് എർട്ടിഗയിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മാറ്റമുണ്ട്. പക്ഷേ ഡിസയറിൽ കുറച്ചും കൂടിയും ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു നെഗറ്റീവാണ് എനിക്ക് ഫീൽ ചെയ്തു. ആ സാധനത്ത് ഈ വണ്ടീനകത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഹൈ സൈഡ് കാണാൻ പറ്റും, ഈ സൈഡ് സുഖമായിട്ട് കാണാൻ പറ്റും. ആ സാധനത്ത് നമ്മുടെ ഡിസയറിലാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ എന്തോരമുണ്ട്, ഈ കോർണറിൽ എന്തോരമുണ്ട്, അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സുഖമായിട്ട് കിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം വരുന്നുണ്ടല്ലോ, ഈ ഒരു സംഭവം എർട്ടിഗയിലായാലും ഡിസയറിലാണ് ഇച്ചിരി കൂടുതൽ. വാഗണറിൽ എർട്ടിഗയിൽ ഏകദേശം ഒരേപോലെ തന്നെ ഇതിൻ്റെ ഈ ചെരിവ് വരുന്നത്. ഡിസയറിൽ കുറച്ചും കൂടി ഈ ചെരിവ് ഇങ്ങോട്ട് കയറി വരുന്നത് കൊണ്ട് നമ്മുടെ വലിയ ഒരു പോലത്തെ ഒരു വളവിൽ വണ്ടി വളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ, അതായത് നമുക്ക് ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ വളവ് തിരിക്കുമ്പോൾ വണ്ടി ഞാൻ ഇങ്ങനെ വന്നൊന്ന് എത്തി നോക്കണം, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് പോയിട്ടൊന്ന് എത്തി നോക്കണം. ഈ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം എത്തി നോക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഡിസയറിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവാണ് ഡിസയറിൻ്റെ. പക്ഷെ അത് നമ്മളൊന്ന് ആ വണ്ടിയായിട്ടൊന്ന് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏകദേശം വണ്ടീനെ പറ്റിയുള്ള ഒരു അഭിപ്രായം. ഞാനപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഊബർ യൂസ് ചെയ്യുന്ന ആൾക്കാർ വാഗണറാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാഗണർ എടുത്തത്. ഏറ്റവും കൂടുതൽ ഓട്ടം വാഗണറിലാണ്, അത്യാവശ്യം മൈലേജും കിട്ടും. പെട്രോളിലില്ല, CNGയിൽ ഒരു പൊടിക്ക് കൂടുതൽ കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയറിലെ ഡിസ്ക് സ്പേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വലിയ മാറ്റമൊന്നും ഇല്ല CNG വണ്ടിയിൽ. എർട്ടിഗയിൽ ഡിസ്ക് സ്പേസ് ഡിസയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ല കുറവാണ്, പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ലഗേജ് വെക്കാവുന്ന ചെറിയ രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട്. എന്തായാലും കാരിയർ വെക്കാണ്ട് പറ്റില്ല. 7 ആൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കാരിയർ വെക്കാണ്ട് പറ്റില്ല. ഈ വണ്ടിയിൽ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ പറ്റും. റൂമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഞാനൊക്കെ ഇപ്പോൾ ഊബർ ഓടാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് പോയി ഇന്ന് വൈകുന്നേരം വണ്ടി കിടന്നുറങ്ങി, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടി, അന്നത്തെ ദിവസം വൈകുന്നേരമാണ് വീട്ടിൽ തിരിച്ചു തരാം. അപ്പോൾ എനിക്ക് വണ്ടിയിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യം നമ്മുടെ വാഗണറിൽ കിട്ടും. അതേപോലെ തന്നെ എർട്ടിഗയിലും കിട്ടും. പക്ഷേ ഡിസയറിൽ കിട്ടില്ല. നമുക്ക് സീറ്റ് ഇങ്ങനെ തന്നെ പുഷ് ചെയ്തിട്ട് തന്നെ കിടന്നുറങ്ങേണ്ട ഒരു ഫീലുണ്ട്.
അപ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ ലഗേജിൻ്റെ കാര്യം പറഞ്ഞില്ല, CNG കവറിൻ്റെ കാര്യം. CNG കവർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് അവിടെ മറയിട്ടിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് വാഗണർ എടുത്തത്. പിന്നെ എനിക്ക് വേറൊരു മണ്ടത്തരം പറ്റി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു നമ്മുടെ എർട്ടിഗേനകത്തായാലും നമ്മുടെ ഡിസയറിനകത്തായാലും നമ്മൾക്ക് ഈ ടിക്ക് എനേബിൾ ചെയ്യാനും അൺഎബിൾ ആ സാധനം ടിക്ക് അൺടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ അറിയുമെന്നുണ്ടെങ്കിൽ ഞാനൊരു പക്ഷേ എർട്ടിഗ ആയിരിക്കും എടുക്കുക. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗണർ എന്ന് പറഞ്ഞ ഒരു ചെറിയ വണ്ടി, ആ ഒരു കുഞ്ഞു വണ്ടി നമുക്ക് പിന്നെ നാളെ ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ഊബറിൻ്റെ പരിപാടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി പ്രൈവറ്റ് വണ്ടി ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു കുറച്ചല്ല. വാഗണർ എന്ന് പറയുമ്പോൾ ചെറിയ കാറ്, എല്ലാവരും ഉള്ള ഒരു വീട്ടിലുള്ള ഒരു കാറാണ് വാഗണർ. സാധനത്തിൽ ഒരു എർട്ടിഗ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആൾക്കാരുടെ മുമ്പിൽ, നാലാളുടെ മുമ്പിലൊക്കെ ഒരു വിലയുള്ള വണ്ടി എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എർട്ടിഗ എടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ എനിക്ക് ആ കാര്യം അറിയില്ല. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എർട്ടിഗ ആയിരിക്കും എടുക്കുക. ലാഭം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എൻ്റെ ഇഷ്ടപ്പെട്ട വണ്ടി എന്നുള്ള രീതിയിൽ, ടാക്സിക്ക് കിട്ടുന്ന വണ്ടി എന്നുള്ള രീതിയിലാണ് ഞാനത് ഉദ്ദേശിച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടിയും ടാക്സി ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ ഇൻ കേസ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ EV ഇലക്ട്രിക്കിൻ്റെ വണ്ടി ടാക്സി എടുക്കാൻ വേണ്ടിയിട്ട് ടാറ്റ പഞ്ച് EV ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് നമ്മൾ നിലവിൽ ടാക്സിക്ക് കൊടുക്കുന്നില്ല, അപ്പോൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്സി ആക്കാം, അതിനും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വാഗണർ എടുക്കണമെന്നോ അതേപോലെ തന്നെ ഡിസയർ എടുക്കണമെന്നോ എർട്ടിഗ എടുക്കണമെന്നോ ഒരിക്കലും ഞാൻ നിർബന്ധം പറയില്ല. നിങ്ങൾക്ക് ഏത് വണ്ടി ഓടിക്കാനാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് വണ്ടി മേടിക്കണമെന്നാണോ ഇഷ്ടം, നിങ്ങൾ ആ വണ്ടി എടുക്കുക. ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് ഓട്ടം കൂടുതൽ കിട്ടും, വാഗണറിന് ഓട്ടം കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടി കയറി വാഗണർ എടുക്കരുത്. നിങ്ങളെപ്പോഴും വിൽക്കും. നിങ്ങൾ ഈ വണ്ടി അല്ലെങ്കിൽ ഈ ഊബർ തുടങ്ങുമ്പോൾ ഊബർ നമ്മൾ സ്ഥിരം ഓടിക്കും എന്ന് കണക്കാക്കിയിട്ട് വണ്ടി എടുക്കരുത്. അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 3 വണ്ടിയിൽ ഏത് വണ്ടിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് എടുക്കാം. പിന്നെ പാക്കേജ് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസയർ എടുക്കുന്നത് അല്ലെങ്കിൽ എർട്ടിഗ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം പാക്കേജ് ഓട്ടങ്ങളൊന്നും നമ്മുടെ വണ്ടിക്ക് വാഗണറിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസയർ അല്ലെങ്കിൽ എർട്ടിഗ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, നമ്മൾ ഊബറിൻ്റെ കാര്യമാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിസയർ അല്ലെങ്കിൽ എർട്ടിഗ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എർട്ടിഗ തന്നെയാണ് കേട്ടോ. പവറിലായാലും നമ്മുടെ ഫീച്ചേഴ്സിലായാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിസയറിലും എർട്ടിഗയിലും വരുന്നുണ്ട്. വാല്യൂ ഫോർ മണി ആയിട്ട് ശരിക്കും പറയുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഡിസയർ തന്നെയാണ്. പിന്നെ പൈസ കൊടുക്കേണ്ടതും EMIയും മറ്റേ ഇൻഷുറൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് കുറയുന്നു മാത്രമേ ഉള്ളൂ. ടയർ തേമാനായാലും ഇച്ചിരി കുറയും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് വാഗണർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് മഴക്കാലത്താണ് ഊബർ ഓടേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്ത സമയത്ത് എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായത് എനിക്ക് ഊബർ ഓടണം എന്നുള്ളൊരു പ്ലാനിങ് വന്നു. അപ്പോൾ ഞാൻ ഊബർ ഓടാനുള്ള പ്ലാനിങ് അവന് വന്ന സമയത്ത് എനിക്ക് സെൽറ്റോസ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി. അപ്പം ഞാൻ സെൽറ്റോസ് എടുക്കാൻ നേരത്ത് സോണറ്റ് എടുക്കാൻ ചെന്ന സമയത്ത് അവർ ടാക്സിക്ക് കൊടുക്കണില്ല എന്ന് പറഞ്ഞു. കിയയുടെ വണ്ടി കൊടുക്കുന്നത് കാരൻസ് ആണ്. ഇപ്പം ക്ലാവി CV വരുന്നുണ്ട്, നമ്മുടെ കിയ കാരൻസിൻ്റെ 7 സീറ്റർ ഇലക്ട്രിക് വരുന്നുണ്ട്. 21.5 ലക്ഷം രൂപ 22 ലക്ഷം രൂപയോളം ഓൺ റോഡ് വരുന്നുണ്ട്. അത് ടാക്സിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്രയും പൈസയുടെ വണ്ടി നമുക്ക് എടുത്ത് അതൊരു മുതലാവുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരം നല്ല രീതിയിൽ ഓട്ടമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് ലാഭം തന്നെയാണ്, ലാഭമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് വണ്ടി നിങ്ങൾ ടാക്സി ഓടാൻ വേണ്ടി എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ വന്ന് ഓടുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി ഇപ്പോൾ പഞ്ചിൻ്റെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വാഗണർ എടുക്കുന്ന പൈസ വേണം, അല്ലെങ്കിൽ ഒരു എർട്ടിഗ എടുക്കുന്ന പൈസ വേണം. പഞ്ച് മേടിക്കണമെങ്കിൽ 13 ലക്ഷം രൂപയോളം വേണം പഞ്ചിൻ്റെ ഇലക്ട്രിക് എടുക്കണമെന്നുണ്ടെങ്കിൽ. ആ പൈസയ്ക്ക് നമുക്ക് എർട്ടിഗ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 2 വാഗണർ മേടിക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ലാഭം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പഞ്ചിന് നമുക്ക് ഡിസയറിൻ്റെ കാറ്റഗറിയും കിട്ടില്ല, നമ്മുടെ ഹാച്ച് ബാക്കിൻ്റെ കാറ്റഗറീസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊരു നഷ്ടമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് വന്ന് ഊബർ ഓടുന്ന കംപ്ലീറ്റ് ആൾക്കാർ കോഴിക്കോടുള്ളവർ, കണ്ണൂരുള്ളവർ, കാസർഗോഡ് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിച്ച് ഓടുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വാടകയ്ക്ക് അല്ലെങ്കിൽ വണ്ടി കയറ്റാത്ത സ്ഥലത്തേക്കായിരിക്കും അവരുടെ റൂം, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, അങ്ങനെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നവരൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ വീട്ടിൽ കയറ്റിയിടാൻ പറ്റില്ല, ചിലപ്പോൾ വഴിയിലായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസിലായിരിക്കും ഇടുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുത്തിവയ്ക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ റെൻറ്റിൽ എടുക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ വണ്ടി കുത്തിയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഓണർ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു റെൻറ്റിന് എടുക്കുന്ന വീട്ടിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് ഫുൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 5 GB ഒക്കെ ഫുൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 800 രൂപയുടെ കറണ്ട് വേണം ഫുൾ ചാർജ് ആവണമെങ്കിൽ. ഫുൾ ചാർജ് ആവണമെങ്കിൽ 800 രൂപയുടെ കറണ്ട് വേണം. നമ്മുടെ ഈ വണ്ടിയിൽ CNG അടിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് CNG അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 720 രൂപ 730 രൂപ CNG അടിച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് CNG കിട്ടും. ഫുൾ ടാങ്ക് CNG ഞാൻ പറഞ്ഞില്ലേ, ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200, 220, 250. വേളാങ്കണ്ണിക്ക് പോയപ്പോൾ എനിക്ക് 300 വരെ കിട്ടിയിട്ടുണ്ട്. 300, 320 ആ റേഞ്ച് വരെ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും എപ്പോഴും കിട്ടില്ല. എന്നാലും സാധാരണ ഒരു ഹൈവേയിൽ ഒരു 200, 220 വരെയൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടിക്ക് കിട്ടണം മൈലേജ് നമ്മുടെ ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് റൂം എടുത്ത് താമസിക്കുന്ന ഒരാൾ ഇലക്ട്രിക് വണ്ടി ഒരിക്കലും എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നാളെ നിങ്ങൾ ഊബർ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വേഗണർ നമ്മൾ വിൽക്കാൻ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഈ വണ്ടി ഞാനിപ്പോൾ മേടിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, 2 വർഷം ആയിട്ടുള്ളൂ, കറക്റ്റ് 2 വർഷം ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ വണ്ടി ഞാൻ വിൽക്കാൻ നേരത്ത് എനിക്ക് ഈ വണ്ടി കൊടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 വർഷത്തേക്കായിട്ട് EMI ഒരു മാസം 15 വെച്ചിട്ട് 2 വർഷം എന്ന് പറയുമ്പോൾ 3.5 ലക്ഷം രൂപയോളം EMI അടച്ചിട്ടുണ്ട്. ഈ വണ്ടി വിൽക്കുമ്പോൾ ഇതിൻ്റെ ലോണ് ഞാൻ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തി സംതിങ് പൈസ കണ്ട് ക്ലോസ് ചെയ്താലാണ് എനിക്ക് ഈ വണ്ടിയുടെ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5ഉം 3ഉം 8 ലക്ഷം രൂപ ഞാൻ ഈ വണ്ടി ചിലവാക്കിയിട്ട് ഇനി ഈ വണ്ടി കൊടുത്താൽ കിട്ടുന്ന കാശ് എനിക്ക് 5 ലക്ഷം രൂപ. അതുമാത്രമല്ല, ഈ ടാക്സി വണ്ടി നമുക്ക് അങ്ങനെ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടാക്സി മേടിക്കാനുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വിറ്റ് പോവില്ല വണ്ടി. അപ്പോൾ വിറ്റ് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കിപ്പോൾ ഇനി വേറൊരു പ്രൈവറ്റ് വണ്ടി വീട്ടിലേക്ക് വേണ്ടിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കും. ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോറൂമുകാരും നിലവിൽ എൻ്റെ അറിവിൽ ഒരൊറ്റ ഷോറൂമുകാർ പോലും ടാക്സി വണ്ടി അവരെടുക്കില്ല. അതായത് എക്സ്ചേഞ്ച് എടുക്കില്ല. നമ്മൾ വിറ്റിട്ട് അവർ വിൽക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സഹായിക്കും. ചില ഷോറൂമുകാരൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഇരട്ടിക്ക് എടുക്കാനുള്ള പ്ലാനിങ് വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നോക്കാം. വല്ലവരും ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് നോക്കാമെന്ന് പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ കുറേയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്നാലും അത് കിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, കിട്ടില്ല. അപ്പോൾ ഒരു ഷോറൂമിൽ നിലവിൽ ടാക്സി വണ്ടി എക്സ്ചേഞ്ച് എടുക്കില്ല. അപ്പോൾ ടാക്സി വണ്ടി പെട്ട തന്നെ എടുത്ത് തന്നെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും വേറൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ സ്പീഡ് ഗവർണർ കമ്പനി ഫിറ്റഡ് സ്പീഡ് ഗവർണറാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തു വന്നിരിക്കുന്ന എഞ്ചിനാണ് ഇതിൻ്റെ. ഇതിന് 80ൻ്റെ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിങ്ങിലും കാര്യങ്ങളിലൊക്കെ കുറേ മാറ്റം വരുത്തണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 40,000 രൂപ വരെ ചിലവുണ്ട്. എന്നാലാണ് ഈ വണ്ടി 80ൻ്റെ മേലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. നമ്മുടെ ട്രാവലറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഗവർണർ കമ്പനി ഫിറ്റഡ് അല്ല, നമ്മൾ അഡീഷണൽ കയറ്റുന്നതാണ്. ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് പോകും. പക്ഷെ അതേപോലത്തെ ഉള്ള പരിപാടികളൊന്നും നമ്മുടെ ഈ വേഗണറിൽ നടക്കില്ല. ഞാൻ ഷോറൂമിലും അല്ലാത്ത രീതിയിലൊക്കെ അന്വേഷിച്ചു, പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എൻ്റെ അറിവ് അങ്ങനെയാണ്. ഞാൻ കുറേ അന്വേഷിച്ചു, മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൈവറ്റിലേക്ക് ഈ വണ്ടി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി 80ൻ്റെ മേളിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പണിയാണ്. അപ്പോൾ ഈ വണ്ടി പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാലും പ്രൈവറ്റായിട്ട് വണ്ടി മേടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർ ആ 80ൻ്റെ മേളിലേക്ക് പോയില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു അങ്ങനത്തെ ഒരു സംഭവം വരും. അതേപോലെ തന്നെ വേറൊരു സംഭവം വരും. ഇതിൻ്റെ RC ബുക്കിനകത്ത് ഈ വണ്ടിയുടെ പേര് എന്ന് പറയുന്നത് വേഗണറല്ല. ഇതിൻ്റെ RCയിൽ കൊടുത്തിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ടൂർ H3 എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. ഈ വണ്ടിയുടെ പുറകിലായാലും എഴുതിയിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ടൂർ H3 എന്നാണ്. വേഗണർന്ന് എവിടെയും, അതായത് RC ബുക്കിലോ വണ്ടിയുടെ ബാക്കിലോ പുറകിലോ എവിടെയും വേഗണർ എന്നുള്ളൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അത് ഏത് ടാക്സി വണ്ടിയിലായാലും ഇപ്പോൾ ഡിസയർ ആണെന്നുണ്ടെങ്കിൽ ടൂറസ് എന്നാണെന്ന് തോന്നുന്നു. എർട്ടിക ആണെന്നുണ്ടെങ്കിൽ അതേപോലെ വേറെന്തോ ഒരു പേരുണ്ട് എർട്ടികയ്ക്ക്. അങ്ങനെയൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കാം. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വേഗണറോ അല്ലെങ്കിൽ ഡിസയറോ എർട്ടിക്കോ എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ ഓടിക്കാൻ ഇഷ്ടം, നാളെ നിങ്ങൾ ഈ പരിപാടി നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് താല്പര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടം സോണറ്റായിരുന്നു, കിയയുടെ സോണറ്റായിരുന്നു. ഞാൻ കിയയുടെ സോണറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങനെ നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി സോണറ്റാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോണറ്റ് പോയി എടുക്കാൻ നിൽക്കേണ്ട. അതിലും വേറെ പണിയുണ്ട്. നിങ്ങൾ റെഡി ക്യാഷിന് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. EMI ഇട്ടെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ കിയയുടെ സോണറ്റ് ആണെങ്കിലും സെൽറ്റോസ് ആണെങ്കിലും ബാക്കിയുള്ള വണ്ടികൾ
വണ്ടികൾ ബാക്കിയുള്ള വണ്ടികൾ നമുക്ക് പ്രൈവറ്റിന് മാത്രമേ കൊടുക്കുള്ളൂ, ടാക്സി പർപ്പസിന് കൊടുക്കില്ല. അപ്പം നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് അതായത് ആ വണ്ടി ഒരു 2 മാസം ഉപയോഗിച്ചതിന് ശേഷം നമ്മളെ സ്പീഡ് ഗവർണർ GPS കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ടെസ്റ്റ് നടത്തിയിട്ട് അതിന് എക്സ്ട്രാ എമൗണ്ട് വീണ്ടും അടയ്ക്കേണ്ടി വരുന്നു. ടാക്സും അതേപോലെ തന്നെ ഇൻഷുറൻസ് നമ്മൾ 3 വർഷത്തേക്ക് എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് മാറ്റി പുതിയ ഇൻഷുറൻസ് എടുക്കണം. പുതിയ 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് അതിൻ്റെ എമൗണ്ട് വീണ്ടും കെട്ടി, അതായത് ഒരു 70,000 രൂപ ചിലവ് വരും. ഏറ്റവും കുറഞ്ഞത് ഒരു 70,000 രൂപയുടെ ചിലവ് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിയയുടെ സോണറ്റാണെങ്കിലും സെൽറ്റോസ് ആയാലും ഞാൻ പറഞ്ഞ ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് വണ്ടിയാണെങ്കിലും ഇപ്പം നമ്മുടെ ടാക്സി പർപ്പസിന് കൊടുക്കുന്ന നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ആൾട്ടോ K10, വാഗണർ, ഡിസയർ, എർട്ടിഗ, ടൊയോട്ടയുടെ റൂമിയൻ, ഇന്നോവ ഹൈക്രോസ്, ക്രിസ്റ്റ, പിന്നെന്താ പറയുക ടൊയോട്ടയുടെ പിന്നെ വേറെ എറ്റിയോസ് ഇപ്പം ഇറങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ എറ്റിയോസ് ആയിരിക്കും. പിന്നെ റൂമിയോൺ, എർട്ടിഗയുടെ തന്നെ റൂമിയോൺ വരുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഹുണ്ടയുടെ ഓറ വരുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് ഹുണ്ടയുടെ പിന്നെ ഓറ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ വരുന്നത് നിസാൻ്റെ മാഗ്നൈറ്റ് അല്ല ട്രൈബർ 7 സീറ്റർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കിയയുടെ കാരൻസ്, ക്ലാവിസ് EV, അങ്ങനെ കുറച്ച് വണ്ടികൾ, വളരെ കുറച്ച് ഒരു 10-15 വണ്ടികൾ മാത്രമാണ് ടാക്സി പർപ്പസിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടികൾ മാത്രമാണ് നിങ്ങൾക്ക് ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ വേറൊരു വണ്ടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു വണ്ടി ഏത് വണ്ടി നമ്മൾ ലോൺ ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ ലോൺ എടുക്കുമ്പോൾ അത് പ്രൈവറ്റ് വണ്ടി ആണല്ലോ. അപ്പോൾ അത് ടാക്സിയിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോണ് നമുക്ക് തരുന്നതിൻ്റെ ഇപ്പം നോർമല് നമ്മുടെ ടാക്സി വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസിൻ്റെ അല്ലാതെ എക്സ് ഷോറൂം പ്രൈസിൻ്റെ 90% ടാക്സി വണ്ടികൾക്ക് ലോൺ കൊടുക്കുന്നത്, കാറുകൾക്ക്. പ്രൈവറ്റ് വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസിൻ്റെ 90% ലോൺ കൊടുക്കുന്നത്. അപ്പോൾ അതിലും വേരിയേഷൻ വരും. അതേപോലെ തന്നെ ടാക്സി വണ്ടിക്ക് 9% ഇൻട്രസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വണ്ടിക്ക് 8% ആയിരിക്കും. സാധാരണ എപ്പോഴും പ്രൈവറ്റ് വണ്ടീനേക്കാളും ടാക്സി വണ്ടിയിലേക്ക് 1% മുതൽ 2-3% വരെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ എടുത്തിരിക്കുന്ന വണ്ടി പ്രൈവറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലോൺ പാസ്സായി ആ വണ്ടി ടാക്സിയിലേക്ക് ആക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു ലോണിൻ്റെ ആൾക്കാരും സമ്മതിക്കാറില്ല. ഒരൊറ്റ ലോണിൻ്റെ ആൾക്കാർ പോലും സമ്മതിക്കില്ല. നിങ്ങൾ എടുത്തപ്പോൾ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇനി നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ആ വണ്ടിയുടെ ഫുൾ എമൗണ്ട് ആയ ലോണ് നമ്മൾ അടച്ച് തീർത്ത് നമ്മുടെ പേരിലേക്ക് ആക്കി, അല്ലെങ്കിൽ ആ പൈസ തൽക്കാലം നമ്മൾ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ടാക്സി പെർമിറ്റിലേക്ക് ആക്കണമെങ്കിൽ. അല്ലാത്ത പക്ഷം നമുക്കത് ആക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ നമ്മൾ ചിലപ്പോൾ ഒരു 1-2 മാസം നമ്മൾ പിന്നാലെ നടന്നിട്ട് വേണം ഈ വണ്ടി ടാക്സി ആക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാനിപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കണ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ആയിരിക്കും പ്രശ്നം വരാം. നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് കുറേ സർവീസ് സെൻ്റർ ഷോറൂമിലൊക്കെ ഷോറൂമിലല്ല കുറേ ലോൺ ഇടുന്ന ആൾക്കാർ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് വണ്ടിക്ക് വേണ്ടിയിട്ട് EMI ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ടാക്സിയിലേക്ക് കൺവേർട്ട് ആക്കാൻ പറ്റില്ല. ഇനി ആക്കണം എന്നുണ്ടെങ്കിൽ അവർ കുറേ ഡോക്യുമെൻറ്റ്സ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇപ്പം നമ്മൾ നിലവിൽ എടുത്തിരിക്കുന്നതിനേലും ഏകദേശം ഇരട്ടിയോളം ഇൻട്രസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ 9% ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് 15% ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ അത് ആക്കണം എന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യത്തിന് പിന്നാലെ നടക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒരു 10-20% അങ്ങനെ ആക്കാനുള്ള സാധ്യതയുള്ളൂ. അത് കുറേ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ കിടന്ന് നടന്നിട്ട് മാക്സിമം ആക്കാൻ പറ്റാണ്ടായിരിക്കും ചില. ഇപ്പോൾ ഇനി ആക്കാൻ പറ്റുകയാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ കുറേ നൂലാമാലകളുണ്ട്. അതേപോലെ തന്നെ കുറേ പൈസയും ചിലവ് വരും. അതേപോലെ തന്നെ പ്രൈവറ്റ് എടുക്കുന്ന വണ്ടിയിൽ CNG ഉണ്ടാവില്ല. CNG കയറ്റണമെങ്കിൽ തന്നെ അതിനും ഒരു 60,000 മുതൽ 70,000 രൂപ വരെ CNG ഫിറ്റ് ചെയ്യണതിനുള്ള പൈസ വരും. അതേപോലെ തന്നെ ചില വണ്ടികളിൽ CNG പേപ്പറിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത് വരും. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ചില വണ്ടികളുടെ അതിൻ്റെ എൻജിൻ്റെ ഇതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ CNG ഇറക്കി വെച്ചിട്ട് പോകേണ്ട പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുമ്പോൾ റെഡി ക്യാഷിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാമെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ധൈര്യമായിട്ട് എടുക്കാം. റെഡി ക്യാഷിന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള വണ്ടി എടുക്കുക, CNG കയറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ CNG കയറ്റാണ്ട്
ഓടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീസലിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 95 രൂപയാണ്. CNG വരുന്നത് 92 രൂപ 50 പൈസയാണ്. ഈ 2 രൂപ 50 പൈസയുടെ മാറ്റമുള്ളൂ CNG ഡീസലും തമ്മിൽ. ഇപ്പോൾ CNGയിൽ ഡീസലിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ CNGയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. CNG അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്നത്തെ എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ CNG അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു 30 കിലോമീറ്റർ കാലി പോകേണ്ടി വരും. അവിടെ പോകുമ്പോൾ അവിടെ CNG ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പമ്പിക്ക് പോകണം. അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ മൂന്നാർ കോട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാർ CNG പമ്പിൽ പെരുമ്പാവൂർ 30 വണ്ടി ക്യൂ നിന്നിട്ട് വേണം CNG അടിക്കണമെങ്കിൽ. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ CNG വണ്ടിയിൽ വരും. അതിൻ്റേതായ ലാഭങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ ഊബർ ഓടുന്ന ആൾക്കാർക്കൊന്നും അതിൻ്റെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേട്ടാ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കണം നിങ്ങളുടെ ഉള്ളൊരു ഐഡിയ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ ഈ വണ്ടി എടുക്കണമെന്നോ അതേപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം കേട്ടിട്ട് ആ വണ്ടി എടുത്തണമെന്നോ എർട്ടിക എടുത്തിട്ട് ഇങ്ങനെ ഓടാമെന്നോ അല്ലെങ്കിൽ വാഗണർ എടുത്തിട്ട് ഓടിയാൽ മതി എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിൽ ആ വണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിക്കും. ഞാൻ എല്ലാ അഭിപ്രായവും പറഞ്ഞു തന്നിട്ടുണ്ട്. വണ്ടിയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്കാണ് കുറേയൊക്കെ മനസ്സിലാവുള്ളൂ. ഇടയെന്നൊക്കെ കേട്ടവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് ടാക്സിയിലാക്കിയിട്ട് പ്രശ്നം വന്നാൽ എൻ്റെ കുറ്റം പറയരുത്. ഞാനെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ബാക്കിയിരിക്കണേ. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടമില്ലാണ്ടായപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ടാക്സിയിലേക്ക് കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നാളെ നിങ്ങൾ ഈ പറഞ്ഞ പരിപാടി നിർത്തുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാനെന്തായാലും മാക്സിമം ഒരു 2 കൊല്ലം കൂടിയൊക്കെ ചിലപ്പോൾ ഊബർ ഓടുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഈ വണ്ടി വിൽക്കല്ല, ഞാനിത് പ്രൈവറ്റ് ആക്കുമ്പോൾ എനിക്ക് പറ്റാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്പീഡ് കിട്ടില്ല, പിന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അന്വേഷിച്ചറിയുക. എന്തായാലും ഊബറിൽ ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടുന്നത് നമ്മുടെ ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്കാണ് ഓട്ടം കിട്ടുക. അപ്പോൾ എന്തായാലും ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന വണ്ടി ഡിസയറാണ്. ഇനി ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഡിസയർ എടുക്കാൻ നിൽക്കണ്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യം. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഊബർ ഓടുന്ന കുറേ വീഡിയോസ്, അതായത് ഒരു ദിവസം എത്ര ഊബർ ഓടി കഴിഞ്ഞാൽ കിട്ടും അങ്ങനെയുള്ള ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറയുന്ന ഡേ ഇൻ ലൈഫ് വീഡിയോസ് നമ്മുടെ ചാനലിലോട് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ എടുത്ത് കാണാം. അപ്പോൾ അങ്ങനെയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.